നമസ്തേ, ഏവർക്കും നമസ്കാരം. സർപ്പം പാട്ട്, നാഗപ്പാട്ട്, പുള്ളുവൻ പാട്ട് ഇത് പരമ്പരാഗത അനുഷ്ഠാന കല മാത്രമാണ്. പുള്ളുവൻ പാട്ട് എന്നത് കല മാത്രമാണ്. ലക്ഷ്മി യാമങ്ങളിൽ പാതിരാപ്പുള്ള് എങ്ങനെയാണോ ലക്ഷ്മി ലോകത്തെ പാടി ഉണർത്തുന്നത്, അതുപോലെ കാവുകളിലെ ജീവലോകത്തെ, നാഗലോകത്തെ പാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പുള്ളുവൻ പാട്ടിൻ്റെ അനുഷ്ഠാന രീതി. ഇത് കല മാത്രമാണ്. സർപ്പക്കാവുകളിലാണ് പ്രധാനമായിട്ടും ഈ കലാരൂപം അരങ്ങേറുന്നത്. പക്ഷെ പരമ്പരാഗത അനുഷ്ഠാന കലാകാരന്മാരെന്നുള്ള രീതിയിൽ സർക്കാർ നൽകുന്ന കലാകാരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടുവാൻ ഇവർക്കെല്ലാവർക്കും അർഹതയുള്ളതാണ്. എന്നാൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ സംഗീതത്തിനൊപ്പം നാഗങ്ങളെ പ്രതീകവൽക്കരിച്ചു കൊണ്ട് നടത്തുന്ന കളി മാത്രമാണ് സർപ്പം തുള്ളൽ. സർപ്പം തുള്ളൽ ഒരു കളി മാത്രമാണ്, കല പോലുമല്ല. അതായത് ഒന്നും കൂടി ശ്രദ്ധിക്കുക, സർപ്പം തുള്ളൽ ഒരു കളി മാത്രമാണ്, കല പോലും അല്ല. ഒരു ആനുകൂല്യവും എങ്ങു നിന്നും കിട്ടുകയുമില്ല. പാരമ്പര്യമായിട്ട് തുള്ളാനും പറ്റില്ല. പരമ്പരാഗത അനുഷ്ഠാന പഠന രീതിയും അതിനില്ല. അതൊരു കളി മാത്രമാണ്. പണ്ട് കാലങ്ങളിൽ സർപ്പക്കാവുകളിൽ, അതായത് പാമ്പും കാവുകളിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു കളി മാത്രമാണ് സർപ്പം തുള്ളൽ. ഇന്ന് ആ കളി എന്തായിരിക്കുന്നു? കാര്യമായിരിക്കുന്നു. കളിച്ച് കളിച്ച് ഇന്ന് കളി കാര്യമായിരിക്കുന്നു. കാര്യമോ അപ്രസക്തമായിരിക്കുന്നു. നാഗഭൂഷണനായിട്ടുള്ള ശിവൻ ഈ ഭൂമിയാണെന്നറിയാത്ത, ഈ പ്രകൃതിയെ പഠിക്കാൻ ശ്രമിക്കാതെ, കാണിക്കവഞ്ചി മുന്നിൽ വെച്ച് വഞ്ചിക്കാൻ മാത്രം അജ്ഞത പറഞ്ഞു പരത്തി നടക്കുന്നവർ കാവലായിരുന്ന കാവ്, അതായത് മരക്കൂട്ടം, സസ്യക്കൂട്ടം വെട്ടിത്തെളിച്ച് ജീവലോകത്തിന്റെ ശവക്കല്ലറകൾ പോലെ സിമെന്റ് തറകളാക്കി മാറ്റിയിട്ട് കാര്യമറിയാതെ, ഒരു കാര്യവും പഠിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സർപ്പക്കാവ് എന്താണെന്ന്, എന്തിനാണെന്ന് അറിയാതെ സർപ്പം തുള്ളൽ എന്ന കളിയെ കാര്യമായി എടുത്തിരിക്കുകയാണ്. അർത്ഥം മറഞ്ഞിരിക്കുന്നു, അനർത്ഥം നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തതും കൊള്ളയടിച്ചതുമെല്ലാം വിദേശാക്രമകാരികളായിരിക്കാം. പക്ഷേ കുളങ്ങൾ വെട്ടി മൂടിയതും കാവുകൾ വെട്ടി നശിപ്പിച്ചതും അന്ധവിശ്വാസികളായിട്ടുള്ള, അല്പജ്ഞാനികളായിട്ടുള്ള നമ്മൾ തന്നെയാണ്. നമ്മളുടെ ശരീരത്തിൽ കയറിയാൽ പാമ്പിൻ വിഷമല്ല, ഒരു തേളിൻ്റെ വിഷം പോലും ആവാഹിക്കാൻ കഴിയാത്ത നമ്മളാണ് ആത്മാവിനെ ആവാഹിക്കും, പ്രേതത്തെ ആവാഹിക്കും, സർപ്പങ്ങളെ ആവാഹിക്കും എന്ന് നടിച്ചു പറഞ്ഞുകൊണ്ട് നാടൊട്ടുക്ക് തെക്ക് വടക്ക് അലഞ്ഞു നടക്കുന്നത്. കുളങ്ങൾ മണ്ണിട്ട് നികത്തിയവർ, കാവുകൾ വെട്ടി നശിപ്പിച്ച് ക്ഷേത്രങ്ങളാക്കിയവർ, ക്ഷേത്രങ്ങളിലെ സർപ്പക്കാവുകൾ സിമെന്റ് തറകളാക്കി മാറ്റിയവർ. ഈ ജീവപ്രപഞ്ചത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും, അതായത് വ്യോമകര നാവിക ലോകത്തിലെ ത്രിലോകത്തിലെ ജീവജാലങ്ങളെ ത്രികണത്താൽ, ത്രിഗുണത്താൽ, ത്രിദോഷത്തെ നീക്കി ത്രികാലത്തേകുന്ന ത്രിദേവതാ സങ്കല്പത്തിൽ കാണുന്ന, ഐശ്വര്യമേകുന്ന ഈശ്വരീയ ഭാവത്തിൽ ദ്രവ്യത്തെ എത്തിക്കുന്ന, ദ്രവ്യശുദ്ധിയെ ആടുന്ന സത്വരജതമോ ഗുണങ്ങളാൽ മനുഷ്യരെ മാത്രമല്ല സർവ്വജീവലോകത്തെയും ക്ഷതത്തിൽ നിന്നും, ക്ഷയത്തിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും ക്ഷേമപ്പെടുത്തുന്ന യന്ത്രമന്ത്ര തന്ത്ര ക്ഷേത്ര സംവിധാനമാണ് ഇതെല്ലാം. കാവ് നമ്മുടെ ജീവലോകത്തിന്റെ കാവലാണ്. 33 കോടി ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാവലാണ് കാവ്. ഇനിയെങ്കിലും ഈ പ്രകൃതിയെ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഭാരതം പറയുന്ന ശാസ്ത്രവിശ്വാസത്തിലേക്ക്, തിയോളജിയിലേക്ക് തിരിച്ചെത്തുവാൻ നമുക്ക് സമയമായിരിക്കുന്നു. ശരീരത്തിൽ നിന്നും ജീവൻ അറ്റുപോകുന്ന ചുട്ടുപൊള്ളുന്ന വേനലിൽ സർവ്വജീവലോകത്തിനും കാവലാകുന്ന കാവുകളെ സംരക്ഷിക്കുവാനായിട്ട് സൂര്യൻ്റെ ഭൂമിയിലെ മേടമായിരിക്കുന്ന ഈ മാസത്തിലെ പരിശുദ്ധമായിട്ടുള്ള ജലത്താലും, പാലിനാലും, തേനിനാലും, പൂക്കളാലും കാവുകളിൽ ജീവലോകത്തെ കുടിയിരുത്തുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിനുള്ള ശക്തി വീണ്ടെടുക്കുവാൻ കഴിയട്ടെ. ജീവനെ സനാതനമായി ഈ ഭൂമിയിൽ പ്രതിഷ്ഠിതമാക്കുവാനാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. വിഗ്രഹങ്ങളെ വിഗ്രഹിച്ചർത്ഥത്തെ ഗ്രഹിച്ച് ഉള്ളിൽ ബിംബിച്ച് ആ അറിവിൻ്റെ ബിംബത്തെ പുതിയ തലമുറകളുടെ മനസ്സിൽ ബിംബിപ്പിക്കുവാൻ, അറിവിനെ പകരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. പരിശുദ്ധമായിട്ടുള്ള ആ ദൈവം, പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യം
നമ്മളെ രക്ഷിക്കട്ടെ.